ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്നൊരു കല്യാണം ഉറപ്പിക്കൽ പരിപാടിയുടെ വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ സൺഡേ ആണ്, എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസമാണ്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഒട്ടപ്പാച്ചിലിൻ്റെ ദിവസമാട്ടോ. ഈ മക്കൾസിനെ വെച്ചുകൊണ്ട് ഒരു പരിപാടിക്ക് പോകാമെന്ന് പറയുന്നത് അത്ര റിസ്ക് വേറെ ഇല്ല. ഒരാൾ തെക്കോട്ടോടുമ്പോൾ ഒരാൾ വടക്കോട്ടോടും. അതാണ് കേട്ടോ രാവിലത്തെ അവസ്ഥ. എങ്ങനെയൊക്കെ 4 പേരെ യോജിപ്പിച്ച് കൊണ്ടുവരാൻ നോക്കിയാലും നടക്കില്ല. ഒന്നുകിൽ വാശിയായി, കരച്ചിലായി, ഇങ്ങനെ മൊത്തത്തിൽ തിരക്കായിരുന്നു കേട്ടോ രാവിലെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുവിധം തട്ടിക്കൂട്ടി ഒപ്പിച്ച് കഴിച്ച് മക്കൾസിനും കുറച്ചൊക്കെ കഴിപ്പിച്ച് പിന്നെ അവരെ റെഡിയാക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തരെ റെഡിയാക്കി നിർത്തി കഴിഞ്ഞാൽ അത്ര എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ കുഞ്ഞുങ്ങൾക്കുള്ള ഉടുപ്പ്, സ്നഗ്ഗി, അങ്ങനെ ഹാൻഡ് ബാഗിൽ റെഡിയാക്കി വെക്കേണ്ടതൊക്കെ ആദ്യമേ അങ്ങ് എടുത്തു വയ്ക്കും കേട്ടോ. ഇല്ലെങ്കിൽ ലാസ്റ്റത്തെ തിരക്കിൽ അതങ്ങ് വിട്ടുപോകും. പിന്നെ അന്നത്തെ ദിവസം തന്നെ പോകുമല്ലോ. അപ്പോൾ ആദ്യമേ തന്നെ അതങ്ങ് സെറ്റാക്കി വെച്ചിട്ട് മോളെ റെഡിയാക്കി ഫസ്റ്റ് അങ്ങ് നിർത്താമെന്ന് വെച്ചു. അപ്പോൾ മോൾക്ക് എന്തൊക്കെ ചെയ്തിട്ടും പറ്റണില്ല കേട്ടോ. കുത്തണ ക്ലിപ്പുകൾ പറ്റുന്നില്ല, മുടി കെട്ടണ സ്റ്റൈല് പറ്റണില്ല. തിരക്ക് പിടിച്ച് ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ആൾ. പിന്നെ ഒരു പ്രകാരം അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ അങ്ങ് ഒപ്പിച്ച് റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോഴത്തേനും കുഞ്ചെറുക്കൻ അവിടെ നിന്ന് ഞാൻ മേശ തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ വലിച്ച് അടിച്ചിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇരട്ടി പണി തരണ്ട കേട്ടോ. പിന്നെ കയ്യോടെ തന്നെ കണ്ണൊക്കെ ഒന്ന് എഴുതിപ്പിച്ച് സുന്ദരിയാക്കി അവളെ അങ്ങ് മാറ്റി നിർത്തിയിട്ടോ. അപ്പോൾ ഒരാൾക്കുടെ കാര്യം കഴിഞ്ഞുല്ലോ. എങ്കിലും ഇങ്ങനെ പുറകെ നടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ്. അപ്പോഴത്തേനും ഇക്കാക്കുള്ള ഷർട്ടും കാര്യങ്ങളൊക്കെ തേച്ച് വെച്ച് തുടങ്ങി. ആ ഗ്യാപ്പിൽ ഞാൻ പിന്നെ കുഞ്ഞുങ്ങളെ വേഗം റെഡിയാക്കി നിർത്തിയിട്ടോ. അവരെ റെഡിയാക്കി നിർത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. പോവാറാകുമ്പോഴത്തേനും അതൊക്കെ നല്ല രസമാക്കി കൈ തരും. മോള് ഹെയർ ബാൻഡൊക്കെ വെച്ചതൊക്കെ വലിച്ചൂരി കളഞ്ഞു കേട്ടോ. അപ്പോഴത്തേനും അവൾ പിന്നെ ഷൂ ഒക്കെ ഇട്ട് അങ്ങ് റെഡിയായി. പിന്നെ മോനെ ഷൂ ഇടിപ്പിക്കാനും റെഡിയാക്കാനൊക്കെ ഇക്കാനെ ഏൽപ്പിച്ചു കേട്ടോ. ആ ഗ്യാപ്പിൽ പിന്നെ ഞാൻ വേഗം പോയി ഒന്ന് കുളിച്ച് എൻ്റെ റെഡിയാവൽ പരിപാടികളൊക്കെ കഴിച്ച് വന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൂടെ തുണിയും സാധനങ്ങളും ഒക്കെ ഒതുക്കിയും അലക്കാനുള്ളത് മാറ്റിയിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ മോളെ അപ്പോഴത്തേനും മൂത്തവളെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. കരച്ചിൽ. അപ്പോൾ അവളെ ഹെയർ ബാൻഡ് ഒപ്പിച്ച് കൊടുക്കും, അത് അവൾ ഊരിക്കളയും. അവൾക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് ഈ കുറച്ച് ഹെവി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ. അപ്പോൾ ഇതുപോലത്തെ കോട്ടൺ ഡ്രസ്സുകൾ മാത്രം ആളിടുള്ളൂ. തലയിലൊന്നും വയ്ക്കാൻ സമ്മതിക്കില്ല. വള, മാല, കൊലുസ് ഒന്നും ഇടാൻ സമ്മതിക്കില്ല കേട്ടോ. പിന്നെ ബലമായിട്ടെന്ന് പറഞ്ഞ പോലെ ഒരു 2 വള ഞാൻ ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ ഊരിപ്പോരില്ലാത്തതുകൊണ്ട് മാത്രമായിട്ട് അത് ഊരിക്കളയാത്ത. പിന്നെ അങ്ങനെ അവരുടെ ഓരോ കലാവിരുതുകളൊക്കെ ആട്ടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്യാപ്പിൽ ഞാൻ പെട്ടെന്ന് അങ്ങ് റെഡിയായി. 11:30-ക്കാണ് അവിടെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വരുമെന്ന് പറഞ്ഞേക്കണേ കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് എത്താൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് വേഗം ഒരുങ്ങണേ. അപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ അവർ പോന്നു എന്നുള്ള രീതിയിലാട്ടോ ഞങ്ങൾ ഈ തിരക്ക് പിടിക്കണേ. പിന്നെ അങ്ങനെ റെഡിയായി ഞങ്ങളെല്ലാം അങ്ങ് ഇറങ്ങി കേട്ടോ. അപ്പം ഇറങ്ങിയ ഗ്യാപ്പിൽ അവൻ എവിടെ നിന്നാണെന്നറിയില്ല കേട്ടോ, സൊസൈറ്റിയിലത്തെ ഈ നമുക്കിടെ അക്കൗണ്ടിൻ്റെ ഫോമില്ലേ അതെടുത്ത് കൈ പിടിച്ചുകൊണ്ടാട്ടോ ആൾ വന്നേക്കണം. പിന്നെ ഇനി ഏതായാലും വാതിൽ പൂട്ടി ഇറങ്ങി. അപ്പോൾ കാറയിൽ വെക്കാൻ പറഞ്ഞ കാറയിലേക്ക് തന്നെ എടുത്തു വെച്ചു കേട്ടോ. പിന്നെ തുറന്ന് കയറാനൊന്നും നിന്നില്ല. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിലേക്ക് പോവാട്ടോ. അപ്പോൾ ഫംഗ്ഷൻ നടക്കണേന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പിച്ചിയുടെ ഇളയ പെങ്ങടെ മോൻ്റെ കല്യാണ നിശ്ചയാട്ടോ. അപ്പം അങ്ങോട്ടേക്കാണ് പോണേ. ഒത്തിരി താമസിച്ച വന്നെ. അപ്പോൾ അവിടെ എല്ലാവരൊക്കെ വന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് കാറിൻ്റെ ഉള്ളിലെ ഷോ ഓഫുകളാട്ടോ ഇത്. അപ്പോൾ ഒരാളെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഒരാൾ പോവും. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് കാറിൽ കയറിയപ്പോൾ മുതൽക്ക് കരച്ചിൽ പിഴിച്ചിൽ ബഹളാട്ടോ. അവൾക്ക് അങ്ങനെയാട്ടോ. എല്ലാത്തിനും കുറച്ച് വാശി കൂടുതലാണ്. പിന്നെ ഞങ്ങൾ പകുതി എത്തിയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് വിളിച്ചു. അപ്പോൾ ഉമ്മച്ചിയും വാപ്പിച്ചൊക്കെ അവിടെ നിന്ന് ഇറങ്ങണുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആദ്യമേ ചെന്നുകൊണ്ട് വീടെത്തണേന് തൊട്ട് മുമ്പ് തന്നെ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. പിന്നെ അവരും കൂടെ വന്നിട്ട് ഒരുമിച്ച് അങ്ങ് പോവാലോ എന്ന് വെച്ച്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളിതേ റോഡിൽ ഇറങ്ങി നിന്ന് മക്കൾസിൻ്റെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇക്ക ഇറങ്ങണില്ല എന്നും പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇക്കയുടെ ഒപ്പം മോനും ഇരുന്നു. അപ്പോഴത്തേനും പിന്നെ ആങ്ങള വന്നു. പിന്നെ അവൻ്റെ അടുത്തേക്ക് മൂത്തവർ 2 പേരും അവൻ്റെ കൂടെ ആയിട്ടോ. പിന്നെ ഒരു 2 സെക്കൻഡ് നിന്നപ്പോഴത്തേനും ഉമ്മച്ചിയും വാപ്പച്ചിയും വന്നു കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾ 2 പേരും അവരുടെ കൂടെയും കയറി. പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കായിട്ടോ കാറിൽ. അങ്ങനെ മിന്നം പുറകെ ആയിട്ട് ഞങ്ങൾ ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിലായിട്ട് എത്തിയിട്ടോ. അപ്പോൾ ബല്ലേട്ടേക്ക് പോണ തൊട്ട് മുമ്പിൽ തന്നെ ഞങ്ങൾ ഈ നിർത്തിയേക്കണേ കേട്ടോ. അപ്പോൾ ഞാൻ ബല്ലാന്നാട്ടോ അമ്മേനെ വിളിക്കണേ. പിന്നെ വീട്ടിലെത്തി. അപ്പോൾ ആരും അങ്ങനെ വന്നിട്ടൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ കുറച്ച് കുടുംബക്കാർ മാത്രമായിട്ട് ഉണ്ടായുള്ളൂ.
പിന്നെ കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴത്തേനും അവിടെ ചായ വിളമ്പി തുടങ്ങി കേട്ടോ. അപ്പോൾ പത്തിരിയും ചിക്കനും ഉണ്ടായി. അപ്പോൾ ബല്ലയുടെ രണ്ടാമത്തെ മോനാട്ടോ, അവനും ഇപ്പോൾ കല്യാണ ചെക്കനും ഗൾഫിൽ തന്നെയാണ്. അപ്പോൾ അവൻ വീഡിയോ കോൾ ചെയ്ത് കുറച്ച് നേരം അവനോട് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഇത് മൂത്തമ്മായി അവിടെ എല്ലാവർക്കും ചായയൊക്കെ വിളമ്പി കൊടുത്തു തുടങ്ങി കേട്ടോ. പിന്നെ ഞങ്ങളിരുന്ന പത്തിരിയും അടിപൊളി ചിക്കൻ കറിയൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് ഫ്രീ ആയി കുറച്ച് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ മേളിലത്തെ നിലയിലേക്ക് പോവാട്ടോ. എന്നുവെച്ചാൽ മക്കൾസിനെ ഒന്നും കാണാനില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ അവരെല്ലാം മേളിലുണ്ടെന്ന് പറഞ്ഞു. വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ല ഊഞ്ഞാലാട്ടാട്ടോ എല്ലാവരും കൂടെ. അപ്പോൾ അനിയത്തിയുടെ പിള്ളേരും എല്ലാവരും കൂടി നല്ല കളിയും ഓട്ടവും പാച്ചിലും. അപ്പോൾ കുറച്ച് നേരം പിന്നെ അങ്ങനെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടി. അപ്പോൾ അതിനിടയ്ക്ക് വാപ്പിയും കുഞ്ഞിപ്പെണ്ണും കൂടിയിട്ട് ഫോട്ടോ എടുക്കണ രംഗാട്ടേ കാണുന്നത്. അങ്ങനെ കുറച്ച് സമയമൊക്കെ അങ്ങനെ തള്ളി നീക്കിയിട്ടോ. അപ്പോൾ 11:30-12 മണിയോട് കൂടിയാട്ടോ അവിടെ നിന്ന് ആളുകളൊക്കെ വന്നത്. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ചുമ്മാ വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരെയും കണ്ട് കുറേ നേരം മുകളിലിരുന്ന് ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ സമയം പോയിട്ടോ. അപ്പോൾ എപ്പോഴൊന്നും നമ്മളങ്ങനെ കാണുന്നില്ലോ. ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴാട്ടോ ഈ മക്കൾസ് എല്ലാം ഒരുമിക്കണം. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാട്ടോ എല്ലാവരും കൂടണം കളിക്കാൻ. അപ്പോൾ ചെന്നപ്പോൾ മുതൽക്ക് തിരിച്ച് പോരണ വരെ അവർ കണ്ടിന്യൂസ് കളി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അപ്പോഴത്തേനും വാപ്പിച്ചിയും അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. പിന്നെ വാപ്പിച്ചി വന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ മോനെടുത്ത ഉടുപ്പ് ഇച്ചിരി ടൈറ്റായിപ്പോയി. അപ്പോൾ അതിന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ ഈ കാണുന്നത് തന്നെ. ഇച്ചിരി വലിയ ഉടുപ്പെടുത്തിങ്ങിനായിരുന്നു എന്ന് ചോദിച്ചു. പിന്നെ അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും താഴെ അവർ ബല്ലയും ഒക്കെ റെഡിയായി തുടങ്ങി കേട്ടോ. പിന്നെ ഞങ്ങളങ്ങ് വന്നപ്പോൾ ഇതാട്ടോ കല്യാണച്ചക്കൻ കോൾ ചെയ്തു. അപ്പോൾ അവൻ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറയണേ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നു പറഞ്ഞ് ബലമായിട്ട് എടുത്തതാട്ടോ ഇത്രയും. പിന്നെ അവരൊക്കെ അങ്ങ് റെഡി ആയപ്പോഴത്തേനും കുറച്ച് നേരം ഞങ്ങൾ സെറ്റിയിലൊക്കെ ഇരുന്ന് ഒരു കുറേ വർത്താനമൊക്കെ പറഞ്ഞ് അപ്പോഴത്തേനും മോൻ അവരുമായിട്ട് തെറ്റി വന്ന് പരാതി പറയണ കേട്ടോ. അപ്പോഴത്തേനും അവിടെ നിന്ന് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ വന്നു തുടങ്ങി. പിന്നെ അവർ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ പെണ്ണുങ്ങളൊക്കെ അകത്തിരുന്നു. ആണുങ്ങളവിടെ ദുആയും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിന്നു കേട്ടോ. അങ്ങനെ കുറേ സമയം പിന്നെ ഉള്ളിലത്തെ വീഡിയോസൊന്നും അങ്ങനെ അധികം എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ 2-3 ട്രിപ്പായിട്ടാണ് അവർ വന്നത്. അപ്പോൾ അവർ വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പള്ളിയിൽ നിന്ന് ഉസ്താദും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിട്ടോ. പിന്നെ ദുആയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാലൻസ് ചടങ്ങ്. അപ്പോൾ വളയിടൽ ചടങ്ങ് നേരത്തെ കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ചെക്കൻ്റെ വീട്ടിൽ ഉറപ്പിക്കലാട്ടോ. അപ്പോൾ അവർ വാച്ച് കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ പിന്നെ മാമായുടെ ഉമ്മായാട്ടോ വാച്ച് മേടിച്ചത്. അപ്പോൾ ചെറുക്കൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉമ്മയുടെ കയ്യിലേക്ക് അവർ വാച്ച് കൊടുത്തു. വാച്ചൊക്കെ മേടിച്ചു. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ അവർ കൊണ്ടുവന്ന വാച്ച്. ഇനി കല്യാണം ഡേറ്റ് തീരുമാനിക്കലാട്ടോ. അപ്പോൾ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പേരും അഡ്രസ്സൊക്കെ പറഞ്ഞ് ഡേറ്റ് തീരുമാനിക്കുവാണേ. വീട്ടിലാണ് കുഞ്ഞു മുഹമ്മദ് ആള് സുമയ്യയിൽ തമ്മിലുള്ള വിവാഹത്തിൻ്റെ തീയതിയും സമയവും നിശ്ചയിക്കാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അവർ പരസ്പരം പൊരുത്തപ്പെട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തീരുമാനത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒക്ടോബർ മാസം 19-ാം തീയതി മുഹറിന് മുമ്പ് നിക്കാഹ് നടക്കുന്ന ഒരു 11 മണി വരെ നിക്കാഹ് നടക്കുന്ന രൂപത്തിൽ ഞങ്ങളവിടെ എത്തിക്കൊള്ളാം. ആ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നിക്കാഹ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹു ഈ ബന്ധത്തിൽ ഖൈറായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമൂഹത്തിനും നാടിനും ഉതകുന്ന കുടുംബമായി മാറുവാൻ അവർക്ക് സാധിക്കുമാറാകട്ടെ. നമ്മളുടെ എല്ലാം മരണപ്പെട്ടുപോയ കാരണവന്മാരുടെ കബറുകളെ അല്ലാഹു വിശാലമാക്കി തരുമാറാകട്ടെ. അവരെയും നാളെയും നമ്മുടെ ജന്നാത്തിനെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പിന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ദുആയും എല്ലാം കഴിഞ്ഞ് പിന്നെ ഭക്ഷണം വിളമ്പി തുടങ്ങി കേട്ടോ. നല്ല അടിപൊളി പോത്ത് ബിരിയാണി ആയിരുന്നു. പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അവർ പോയി കഴിഞ്ഞ് പിന്നെ കുറേ നേരം ഞങ്ങളങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആദ്യമേ പോന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാവകൾ അലമ്പെടുക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ആദ്യം പോന്നു. പിന്നെ ഉമ്മച്ചിയും വാപ്പച്ചിയൊക്കെ പുറകെ ആട്ടോ വന്നേ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നല്ല അടിപൊളി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ഫ്രണ്ട്സ്.